ചർച്ചയിലേക്ക് കടക്കും മുമ്പ് ഞങ്ങളുടെ പ്രതിനിധികൾ പി ആർ സുനിലും ആർ റോഷിപാലുമുണ്ട്. ആദ്യം പി ആർ സുനിലേക്ക്. സുനിൽ, ഇപ്പോൾ തരൂരിന്റെ പ്രതികരണം അവസാനം കണ്ടപ്പോഴും കോൺഗ്രസ് 4 പേരുടെ പട്ടിക നൽകി എന്നുള്ള വിവരം പുറത്തുവിട്ടത് ജയറാം രമേശാണ്. അപ്പോൾ ആ പട്ടികയുമായി ബന്ധപ്പെട്ട ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞത് കോൺഗ്രസ് മറ്റു പേരുകൾ പുറത്തുവിട്ടത് അവരോട് ചോദിക്കണം എന്നുള്ളതാണ്. ഞാൻ വേറെ പാർട്ടി വേറെ എന്ന രൂപത്തിലേക്ക് മാറിയിട്ടുണ്ടോ തരൂർ? എന്താണ് ഇപ്പോൾ മനസ്സിലാക്കാനാകുന്നത്? സ്മൃതി, എന്തായാലും തരൂർ കേന്ദ്ര സർക്കാരിന്റെ തീരുമാനത്തിനൊപ്പം സഞ്ചരിക്കാൻ പോവുകയാണ്. അതുതന്നെയാണ് ഇപ്പോൾ തരൂർ വ്യക്തമാക്കിയിരിക്കുന്നത്. രാഷ്ട്രമാണ് വലുത് രാഷ്ട്രീയത്തെക്കാൾ എന്ന് തരൂർ വ്യക്തമാക്കുമ്പോൾ കോൺഗ്രസ് നേതൃത്വം ഇപ്പോഴെടുത്തിരിക്കുന്ന അല്ലെങ്കിൽ പറയുന്ന തീരുമാനത്തെക്കാൾ വലുതാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുക എന്നത്. നമുക്കറിയാം, രാവിലെ കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശാണ് ഈ 4 പേരുകൾ ഞങ്ങൾ ശുപാർശ ചെയ്തു എന്ന് അറിയിച്ചുകൊണ്ട് ഒരു വാർത്താക്കുറിപ്പ്, അദ്ദേഹത്തിന്റെ ഒരു സോഷ്യൽ മീഡിയ പോസ്റ്റ് ആദ്യം വരുന്നു. അതിനുശേഷം ഒരു പ്രതികരണം വരുന്നു. അതിലാണ് 4 പേരുകൾ പറയുന്നത്. മുൻ വിദേശകാര്യമന്ത്രി ആനന്ദ് ശർമ്മ ഉൾപ്പെടെയുള്ള 4 പേരുകൾ. ആ 4 പേരുകളും കേന്ദ്ര സർക്കാർ ഉൾപ്പെടുത്തിയിട്ടില്ല. അതേസമയം കേന്ദ്ര സർക്കാർ ശശി തരൂരിനൊപ്പം മനീഷ് തിവാരിയുണ്ട്, മുൻ വിദേശകാര്യമന്ത്രിയായിരുന്ന സൽമാൻ ഖുർഷിദ് ഉണ്ട്, ഒപ്പം തന്നെ പഞ്ചാബിൽ നിന്നുള്ള അമർ സിംഗ് കൂടി ഈ 4 പേരെയാണ് കേന്ദ്ര സർക്കാർ ഈ ഒരു പട്ടികയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഈ 4 പേരും കോൺഗ്രസ് നൽകിയ പേരുകളല്ല. അപ്പോൾ ഇതിൽ കൃത്യമായൊരു വിയോജിപ്പുണ്ട് എന്ന് അറിയിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ ഒരു വാർത്താക്കുറിപ്പ് വന്നതിന് തൊട്ടു പിന്നാലെയാണ് ഈ ഒരു തീരുമാനത്തെ സ്വാഗതം ചെയ്ത് ശശി തരൂർ രംഗത്ത് വരുന്നതും ഇങ്ങനെയൊരു പ്രതിനിധി സംഘത്തിൽ തന്നെ ഉൾപ്പെടുത്തിയതിൽ ഒരു വലിയൊരു ബഹുമതിയായി ഇതിനെ കാണുന്നുവെന്നും ശശി തരൂർ പ്രതികരിക്കുന്നു. അപ്പോൾ ശശി തരൂരിന്റെ നിലപാട് വളരെ വ്യക്തമാണ്. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ കേന്ദ്ര സർക്കാരിന്റെ നിലപാടിനൊപ്പം നിൽക്കുക എന്നത്. ഏതായാലും കേന്ദ്ര സർക്കാരിന്റെ ഇപ്പോഴത്തെ ഈ നീക്കം നയതന്ത്ര നീക്കത്തിനൊപ്പം തീർച്ചയായും വലിയൊരു രാഷ്ട്രീയ നീക്കമാണ്. വലിയൊരു രാഷ്ട്രീയ നീക്കം എന്ന് പറഞ്ഞാൽ തീർച്ചയായും ഒരു ഇരുതല മൂർച്ചയുള്ള രാഷ്ട്രീയ നീക്കം എന്ന് തന്നെ നമുക്ക് പറയാം. ഏതായാലും കോൺഗ്രസിന് ഒരു പരിധിക്കപ്പുറം ഈ ഒരു നീക്കത്തെ വിമർശിക്കാനും പറ്റില്ല. ഈ ഒരു നീക്കത്തിനൊപ്പം നിൽക്കേണ്ട ഒരു സാഹചര്യവുമുണ്ട്. അപ്പോൾ അതുകൊണ്ട് വളരെ കരുതലോടെയാണ് കോൺഗ്രസ് ഈ ഒരു സാഹചര്യത്തിൽ വിമർശനം ഉന്നയിക്കുന്നത്. ഏതായാലും ഈ 4 പ്രതിനിധികളെ ഈ ഒരു സംഘത്തിൽ കേന്ദ്ര സർക്കാർ ഏകപക്ഷീയമായാണ് ഉൾപ്പെടുത്തിയതെന്ന് പറയുമ്പോഴും ഈ 4 പ്രതിനിധികളെ പിൻവലിക്കാൻ കോൺഗ്രസ് തയ്യാറാകുന്നില്ല. ഈ പ്രതിനിധികൾ ഈ ഒരു സംഘത്തോടൊപ്പം പോകും, വിദേശ രാജ്യങ്ങളിലേക്ക് പോകും, വിദേശ രാജ്യങ്ങളുമായി ആശയവിനിമയം നടത്തും. അപ്പോൾ അതിനൊപ്പം നിൽക്കുകയാണ്. ഇന്ന് CPM ജനറൽ സെക്രട്ടറി MV ബേബിയും പറഞ്ഞത് അതുതന്നെയാണ്. കാരണം MV ബേബിയും പറഞ്ഞത് അതുതന്നെയാണ്. ഈ ഒരു നീക്കത്തിൽ വിയോജിപ്പുണ്ടെങ്കിലും കേന്ദ്ര സർക്കാർ ഒരു തീരുമാനമെടുത്ത ശേഷം അത് അറിയിക്കുകയായിരുന്നു എന്നാണ് MV ബേബി പറഞ്ഞത്. കാരണം രാജ്യസഭാ പാർട്ടി നേതാവ് ജോൺ ബ്രിട്ടാസിനെ പ്രതിനിധി സംഘത്തിൽ ഉൾപ്പെടുത്തിയതായി തീരുമാനമെടുത്ത ശേഷം അത് അറിയിക്കുകയായിരുന്നു കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു എന്നാണ് MA ബേബി അറിയിച്ചത്. അപ്പോൾ കേന്ദ്ര സർക്കാർ തീരുമാനമെടുത്ത ശേഷം പാർട്ടികളെ അത് അറിയിക്കുകയായിരുന്നു. ഏതായാലും ഇന്നലെ കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കേന്ദ്ര പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു സംസാരിച്ച് ഈ ഒരു നീക്കത്തോട് സഹകരിക്കണം എന്ന് ആവശ്യപ്പെട്ടു എന്ന് പറഞ്ഞു. ഏതായാലും കോൺഗ്രസ് 4 പേരുകൾ ഈ ഒരു സാഹചര്യത്തിലാണ് നൽകാൻ തയ്യാറായത്. അപ്പോൾ ഈ 4 പേരുകളും വെട്ടി കേന്ദ്ര സർക്കാരിന്റേതായ തീരുമാനവുമായി മുന്നോട്ട് പോകുന്നു. പക്ഷേ തീർച്ചയായും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസ് വലിയ പ്രതിസന്ധിയിലാണ്. സഹകരിക്കാതെ നിർവാഹമില്ല എന്നൊരു സാഹചര്യം കൂടിയാണ്. പി ആർ സുനിലാണ്